ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഗമം. ഈ അന്വേഷണം അതെങ്ങോട്ടാണ് പോകുന്നത്? ജനം ടി വി അന്വേഷിക്കുന്നു. വിറ്റുവോ വിശ്വാസം? ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുണ്ടെന്ന ചെന്നിത്തലയുടെ മൊഴി ശരിവെച്ചിരിക്കുകയാണ് വ്യവസായി. തട്ടിപ്പ് സംഘത്തിന്റെ വിവരങ്ങൾ SITക്ക് കൈമാറിയതായും വിവരം. 2017-2018 കാലഘട്ടത്തിൽ പുരാവസ്തു തട്ടിപ്പ് സംഘം ഈ വ്യവസായിയുമായി ബന്ധപ്പെട്ടിരുന്നു. ശബരിമലയിലെ സ്വർണത്തെക്കുറിച്ചും വിഗ്രഹക്കടത്ത് സംഘം വ്യവസായിയോട് സംസാരിച്ചിരുന്നു. മൊഴിയിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് SIT. 500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഏറ്റവും പുതിയ ആരോപണങ്ങൾ. വിവരങ്ങൾ നൽകാൻ MS വീണ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. വീണ, വളരെ നിർണായകമായ വിവരങ്ങൾ. ഈ ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷണം എങ്ങോട്ടാണ് നീങ്ങുന്നത്? അന്താരാഷ്ട്ര വിഗ്രഹ കടത്തടക്കം കള്ളക്കടത്ത് സംഘം ഇതിന്റെ മറവിൽ, ഈ ഭഗവാന്റെ സ്വത്ത് തട്ടിയെടുത്തതിന്റെ മറവിൽ ഉണ്ടെന്നാണോ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? വീണ, തീർച്ചയായും അശ്വതി, നമുക്ക് അങ്ങനെ അനുമാനിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ അന്വേഷണത്തിന്റെ ഗതി അങ്ങനെയാണ്. SIT സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴി, ഇക്കാര്യങ്ങളൊക്കെ ആദ്യം ആരോപിച്ചത് മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയാണ്. ഈ വിവരങ്ങൾ SIT സംഘത്തിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ തന്നോട് ഒരു വ്യവസായി പങ്കുവച്ചിരുന്നു. ആ വിവരങ്ങൾ താൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറയാൻ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഞായറാഴ്ച മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ രമേശ് ചെന്നിത്തല മൊഴിയിൽ പറഞ്ഞ വ്യവസായിയുടെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. പ്രവാസി വ്യവസായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോണിലൂടെയാണ് ഇദ്ദേഹത്തിൽ നിന്ന്, ഈ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ വ്യവസായി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2017-18 കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണത്തെക്കുറിച്ചും ഭഗവാന്റെ സ്വർണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പുരാവസ്തു തട്ടിപ്പ് സംഘം, രാജ്യാന്തര പുരാവസ്തു സ്വർണ്ണ തട്ടിപ്പ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഈ വ്യവസായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. തന്നോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് നടന്നതായും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ എത്രയാണ് വാസ്തവമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. ഈ വിവരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇനി ഉണ്ടാകും. അതായത് അന്വേഷണ SIT സംഘത്തെ SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മൊഴി. ഇനി ഈ ഒരു മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണങ്ങൾ ഉണ്ടാകും. തുടരന്വേഷണത്തിൽ ലീഡായിട്ടുള്ള പോയിന്റ്സ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർണായക വിവരങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിൽ പ്രവാസിയായിട്ടുള്ള വ്യവസായിയെ നാട്ടിൽ വിളിച്ചു വരുത്തി, ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. മറ്റു കൂട്ടാളികൾ ആരൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടായിരുന്നവർ ആരൊക്കെയാണ്, മറ്റുള്ളവരുടെ വിവരങ്ങൾ കൂടി വിശദമായി തേടും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പാകെ തന്നെ SIT സംഘം സമർപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉറപ്പില്ലാത്ത വിഷയങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവിതാംകൂർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഈ PS പ്രശാന്തിനെയും ഉടൻ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. അപ്പോൾ നോട്ടീസ് അയക്കും. അത് എപ്പോഴാകും? ഈ PS പ്രശാന്തിലേക്കും ചോദ്യം മുന്നേ നീങ്ങുമ്പോഴും അപ്പോഴും കടകംപള്ളി അടക്കമുള്ള KT ശങ്കരദാസ് അടക്കമുള്ളവർ ഇപ്പോഴും സേഫാണ്. അശ്വതി, അന്വേഷണത്തിന്റെ മറ്റൊരു ഭാഗം അതാണ്. അതായത് ഒരു ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി അംഗങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും സൂചനകളും ഒക്കെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സംഘം തിരിഞ്ഞു തന്നെയാണ് ഈ ഓരോ തരത്തിലുള്ള ഓരോ വിവരങ്ങൾ, പുതിയതായിട്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഈ PS പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുന്നത്. അത് 2024 വിഷയമാണ്. ഈ നിലവിലെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അതിൽ വരുന്നത്. എങ്കിൽ പോലും ഈ ബോർഡ് അംഗങ്ങൾ, അതായത് 2019 ഉണ്ടായിരുന്ന ബോർഡ് അംഗങ്ങളിലെ ചില അംഗങ്ങൾ തന്നെ ഇതിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഈ അംഗങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ട് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സൂചനകളും വിവരങ്ങളും പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കാലാവധി കഴിഞ്ഞു പോയ PS പ്രശാന്ത്, മുൻ പ്രസിഡന്റ് കൂടിയ PS പ്രശാന്തിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുവാനുള്ള അന്വേഷണ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലും
മുരാരി ബാബുവിന്റെ മൊഴിയിലുമാണ്. ഈ മൊഴിയിൽ പറയുന്നത് 2024 ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്വർണത്തിന്റെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നതിന് ശേഷം ഈ വർഷങ്ങൾ 2 വർഷം 3 വർഷം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ശോഭ മങ്ങുന്നു, ഇതിന് ആ ഒരു പ്രഭ നഷ്ടപ്പെട്ടു. അതിനാൽ തന്നെ ഒന്നുകൂടി ഇതിന് സ്വർണം പൂശുന്നതിനുള്ള ആവശ്യം പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും അവിടെ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കവർച്ചകൾ നടക്കുന്നത്. ആ കവർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ PS പ്രശാന്തിന് പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ അടക്കമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിനും മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും PS പ്രശാന്തും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഇപ്പോൾ റിമാൻഡിലുള്ള പത്മകുമാർ അടക്കമുള്ളവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇതൊരു കൂട്ടുകച്ചവടമാണോ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായത്, ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ലോബികളുമായി ബന്ധമുണ്ടോ, മറ്റ് സഹാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് വിശദമായി അന്വേഷിക്കുന്നത്. ഈ ഓരോ നൂലിഴകൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂട്ടാളികൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ആദ്യം തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികൾ ആരാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അവർ കാണാമറയത്താണ്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ശബരിമലയിൽ ഇത്തരത്തിൽ നടത്തിയ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഉന്നതരുടെ പേരുകൾ വന്നിരുന്നു. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം MLA ആണ്. അപ്പോൾ പലയിടത്തും അദ്ദേഹത്തിന്റെ പേര് ഒളിഞ്ഞു മറഞ്ഞുമൊക്കെ കേൾക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇതുവരെയും ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. അദ്ദേഹത്തിനെ മൊഴിയെടുക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലും അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളതും ഒരു വശത്തുണ്ട്. ഇതിനാൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പുറത്തുവരുന്ന വിവരങ്ങളെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ആഴ്ചയായിരുന്നു അന്വേഷണത്തിന്റെ കാലാവധി. എന്നാൽ ആ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ അന്വേഷണം എങ്ങും എത്താത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ 6 ആഴ്ച കാലാവധി കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, വിശദാംശങ്ങൾ, അതായത് നിലവിൽ സ്വീകരിച്ച നടപടികളുടെയും മൊഴികളുടെയും അറസ്റ്റുകളുടെയും വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘമുണ്ടെന്നൊരു നിർണായക നിരീക്ഷണത്തിലാണ് അന്വേഷണ സംഘം. ഒപ്പം ഈ PS പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്യും. വളരെ നിർണായകമായൊരു അന്വേഷണ വഴിയിലാണ് ഇപ്പോൾ ഈ SIT എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു